ഹലോ ഗൈസ്, ഇന്ന് രാവിലെ എനിക്ക് ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ. ഒന്നല്ല, 2 വീഡിയോസ്. ആ വീഡിയോസ് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ആകെ ഒരു പരിഭ്രമവും വിഷമവും അതിനേക്കാൾ ഉപരി എനിക്ക് പേടിയാണ് തോന്നിയത്. കാരണം ഞാനൊരു അമ്മയാണ്, 2 കുട്ടികളുടെ അമ്മയാണ് ഞാൻ. അവരും ഈ സമൂഹത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പേടി എനിക്കുണ്ട്. കാരണം ഇപ്പോൾ അവരുടെ ലോകം സ്കൂളും വീടും മാത്രമല്ല, നമ്മൾ കാണാത്ത ഒരു ഡിജിറ്റൽ ലോകത്തുകൂടിയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ കുട്ടികളും മൊബൈൽ നോക്കാറുണ്ട്. നമ്മൾ എത്രയൊക്കെ റെസ്ട്രിക്ഷൻസ് വെച്ചാലും ഒരു അവസരം കിട്ടിയാൽ അവർ എടുക്കാറുണ്ട്, മൊബൈൽ എടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരെന്താണ് അതിൽ ചെയ്യുന്നത്, എന്താണ് നോക്കുന്നത്, ആരോടാണ് അവർ സംസാരിക്കുന്നത്. ചില പാരൻസ് അവരുടെ അറിവില്ലായ്മ മൂലം അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് മൂലം ഒക്കെ ഇത് സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുറച്ച് ചീത്തയുടെ സ്വരത്തിൽ സംസാരിക്കുമ്പോൾ കുട്ടികൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നില്ലെങ്കിൽ അവരത് ആത്മഹത്യ ചെയ്യാണ്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ട് സോഷ്യൽ മീഡിയ വഴി എങ്ങനെയെങ്കിലും സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പല വഴിവിട്ട ബന്ധങ്ങളിലും പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോസ് ആയിരുന്നു ഇന്ന് 2 ഞാൻ കണ്ടത്. ആ വീഡിയോസിൽ ആ കുട്ടികളെ മാത്രമല്ല, അവരുടെ കുടുംബം, അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആ ഒരു സമൂഹം, വിദ്യാലയം, അവരുടെ ഫ്രണ്ട്സ്, ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികളെ. കാരണം എനിക്ക് എപ്പോഴും എല്ലാ പാരൻസും ചിന്തിക്കുന്നത് നമ്മുടെ കുട്ടികൾ സേഫായിട്ട് നല്ല രീതിയിൽ വളരണം എന്ന് തന്നെയാണ്. ആ ഒരു ഉത്കണ്ഠ എല്ലാ പാരൻസിലും ഉണ്ട്. അപ്പം അതിനു വേണ്ടി നമ്മൾ ചിലപ്പം സോഷ്യൽ മീഡിയ തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതുമൂലം പല അറിവുകളും നമുക്ക് കിട്ടുന്നുണ്ട്, കുറേയേറെ അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അത് മിസ്യൂസ് ചെയ്യുന്നതും ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, കരുതിയിരിക്കുക. താങ്ക് യു.